എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ച ചോക്കാട് കാഞ്ഞിരമ്പാടത്തെ നിർദ്ദിഷ്ട പെട്രോൾ പമ്പ് വീണ്ടും നിർമ്മാണം പുനരാരംഭിച്ചു. പഞ്ചായത്തിന്റെ നിരോധന ഉത്തരവിനെതിരെ പമ്പുടമ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി പോലീസ് സംരക്ഷണത്തിലാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയത്. പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരും പഞ്ചായത്തും പമ്പിനെതിരെ രംഗത്ത് വന്നിരുന്നത്. കാഞ്ഞിരമ്പാടം പ്രദേശത്തെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പമ്പിന്റെ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് പമ്പുടമ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം നിലവിലുള്ള നിയമങ്ങളെ മറികടന്നാണ് പമ്പുടമ അനുമതി വാങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പമ്പിന്റെ 30 മീറ്ററിനുള്ളിൽ വീടുകളില്ല എന്ന അധികൃതരുടെ കള്ള സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചാണ് പമ്പിന് ലൈസൻസ് സമ്പാദിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. നിർമ്മാണത്തിനെതിരെ പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് എതിർത്താണ്. ഇതിനൊക്കെ മറികടന്ന് കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. 30 മീറ്ററിൻ്റെ ഉള്ളിൽ വീടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങളും നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഞങ്ങളും കോടതിയിൽ പോയിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നാൽ നിർദ്ദിഷ്ട പമ്പിന്റെ 10 മീറ്ററിനുള്ളിൽ വീടുകളുണ്ട്. മാത്രവുമല്ല, രോഗികളും വികലാംഗരും ഈ വീടുകളിലുണ്ട്. എല്ലാം മറികടന്ന നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നിർമ്മാണത്തിനെതിരെ പഞ്ചായത്തും നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നതാണ്. അത് അവർ അനധികൃതമായിട്ടാണ് ഇവിടെ പണി ഇപ്പോൾ നീങ്ങുന്നുണ്ട്. ഞങ്ങൾ ADM നിന്ന് കിട്ടിയ രേഖ അനുസരിച്ച് ഇതിൽ 30 മീറ്റർ ചുറ്റളവിൽ വീടുകളില്ല എന്നാണ് നമ്മളെ ADM നിന്ന് ഞങ്ങൾക്ക് വിവരാവകാശം എടുത്തപ്പോൾ കിട്ടിയത്. പക്ഷേ എൻ്റെ വീട് 6 മീറ്റർ, അതിൻ്റെ വീട്ടിൽ 10 മീറ്റർ, 12 മീറ്റർ, എല്ലാ വീടുകളും അത്രയും അടുത്താണ് ഇവിടെ കിടക്കുന്നത്. ഒരു സുരക്ഷിതത്വം പോലും തരാതെയാണ് ഞങ്ങൾ ഇവിടെ ഇന്നലെ വരെ ഒരു പണിയെടുത്തിരുന്നത്. നമ്മളെ കാളിവിശേഷർക്ക് 3 വട്ടം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ ഷീറ്റ് അവർ ഇന്നലെ കെട്ടിയത്. ഇപ്പോഴും അതിന്റെ ഫ്രണ്ട് ഭാഗം ഒരു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ശരിക്കും ഇതൊക്കെ മറച്ചിട്ട് വേണം അത് ചെയ്യാം. ഇവിടെ പൊടിശല്യം കൊണ്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. സാർമാരോടൊന്നും പറഞ്ഞിട്ട് അവർ അതിനെപ്പറ്റി ഒരു അനുയോജ്യമായ തീരുമാനം അവർ ഇതുവരെ എടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.